ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്? മഴയാണോ വെയിലാണോ? ഇവിടെ പകലിപ്പം വെയിലെറിക്കും, വൈകുന്നേരം ആകുമ്പോൾ മഴയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് പകൽ ജോലിയൊക്കെ നടക്കും. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഒരു വെറൈറ്റിയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇടിയപ്പവും ഇഡലിയും പുട്ടും അങ്ങനെയൊക്കെ പോണ്. അപ്പോൾ ഇന്ന് മൈദ ദോശയും കിഴങ്ങ് ഇഷ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടമില്ല കേട്ടോ. ഞാൻ അട വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. മൈദപ്പൊടി വെച്ചിട്ട് തന്നെയാണ്, ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അട വറുത്തെടുത്തിട്ടുണ്ട്. അത് ഞാനതാ കഴിച്ചത്. അനുക്കുട്ടിക്കും അട മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അടയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് കുറ്റി തീർന്നത്, കാലിക്കുറ്റി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഗ്യാസ് കൊണ്ടുവന്ന് ആ ചേട്ടൻ കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നെന്ന് വെച്ചാൽ അനുക്കുട്ടിക്ക് ഇന്ന് PSCയുടെ എക്സാം ഉണ്ട്, വയലാർ സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ മോൻ പോയിട്ട് എനിക്ക് രാവിലെ തന്നെ മീൻ വാങ്ങി തന്നിട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ അവർ രാവിലെ ഒരു 11 മണിയായപ്പോൾ തന്നെ അവർ പോവുകയാണ്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് പോകാനുള്ള സമയമില്ല, നേരത്തെയാണ് എക്സാം. അപ്പോൾ കുറേ നാൾ കൂടിയാണ് കൂന്തൽ കണ്ടപ്പോൾ പിന്നെ കൂന്തൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 1/2 കിലോ കൂന്തലും വാങ്ങിച്ച് പിന്നെ കേരമീനും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്കും കൂടെ കറിയാക്കാൻ വേണ്ടിയിട്ടാണ് കേരമീനും വാങ്ങിച്ചത്. അങ്ങനെ അതൊക്കെ ക്ലീനാക്കിയൊക്കെ എടുത്ത് പിന്നെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞും പൊളിച്ചും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ കൂന്തൽ ഞാൻ റോസ്റ്റ് ചെയ്താണ് എടുത്തത്. പിന്നെ ഇന്നലെ പോക്കായില്ലേ നമ്മുടെ വാഴച്ചുണ്ട്, അത് തോരൻ വെച്ചതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ കഴിയതുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് വിരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ സിറ്റൗട്ടേ വന്ന് കുറേ സമയം അങ്ങനെ ഇരുന്ന് പിന്നെ ചെടികളൊക്കെ ഒന്ന് പരിപാലിക്കണ്ടായിരുന്നു. ഈ വിരിഞ്ഞിട്ട് നിൽക്കുന്ന റോസ് ചെടികളുടെ മുട്ടുകളൊക്കെ ഇല്ലേ, വിരിഞ്ഞ് കഴിഞ്ഞതൊക്കെ. അപ്പോൾ നമ്മളത് കത്രികയ്ക്ക് അതൊക്കെ ഒന്ന് വെട്ടിക്കളയണമായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല വെയിലല്ലേ. പകലിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കഴുകി ഉണക്കിയൊക്കെ എടുക്കാം. രാത്രിയിൽ മാത്രമാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ തുളസി തൈയൊക്കെ വേറെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നേ. ആദ്യം വെച്ചതൊക്കെ അത് എന്തോ ഒരു പുഴുക്കുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റിയിട്ട് പിന്നെ രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചതാണ്. റോസപ്പൂക്കളെന്ന് പറഞ്ഞാൽ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റോസപ്പൂ പോലും തലയിൽ വയ്ക്കാതെ കണ്ട് ഞാൻ ഒരു ദിവസം പോലും പോകാറില്ല. എല്ലാ ദിവസവും എനിക്ക് സ്കൂളിൽ പോകുമ്പം റോസപ്പൂ വേണം തലയിൽ വയ്ക്കാൻ. അത് നമ്മുടെ വീട്ടിൽ വിരിയാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നെങ്കിലും ഞാനത് വാങ്ങിച്ച് തലയിൽ വെച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെടി പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് നമ്മളിങ്ങനെ തൂക്കിയിടത്തില്ലേ ചെടിച്ചട്ടിയിലൊക്കെ, അങ്ങനത്തെ ചെടിയാകട്ടെ. അതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി എൻ്റെ പേര്. അപ്പോൾ അതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 2 ചെടിച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. പനിക്കൂർക്കയാണ് കേട്ടോ അതിൽ നട്ടിരിക്കുന്നത്. പിന്നെ ഇത് കറ്റാർവാഴയാണ്. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ഇത് എടുക്കാറുണ്ട്. അങ്ങനെ ചെടികളെല്ലാം നോക്കി അങ്ങനെ കുറേ സമയം അവിടെ ഞാൻ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോഴാണ് മോൾ അകത്തിരിക്കുകയായിരുന്നത്. അപ്പം ഞാൻ പുറത്തിങ്ങനെ നിൽക്കാൻ കണ്ടപ്പോഴത്തേക്ക് പിന്നെ മോളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൂച്ചവാലൻ ചെടിയാണ്. എല്ലാവരും ചിലരൊക്കെ പറയും ഇതിങ്ങനെ വീടുകളിൽ വെക്കാൻ പാടില്ല, പക്ഷേ ഇത് നമ്മൾ നട്ടതല്ല കേട്ടോ. ഇതിവിടെ ഹൗസ് ഓണർ വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് മോളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അനുക്കുട്ടിക്ക് എക്സാമാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണെന്നൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കുക, നല്ല കാലാവസ്ഥയാണ് കേട്ടോ. പുറത്തേക്കൊന്ന് നോക്കിക്കുക, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ തുണിയൊക്കെ കഴുകിയത് ഉണങ്ങാൻ കൊണ്ടിട്ടിട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മടക്കി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വന്ന് സിറ്റൗട്ടിൽ ഇങ്ങനെ അവരെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ അവർ വന്നു കേട്ടോ, രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് വണ്ടിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അപ്പോൾ അനുക്കുട്ടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. മോൻ പെട്രോൾ അടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വൈകിട്ടത്തേക്ക് കറിക്ക് എന്തെങ്കിലും മീനും വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു. അങ്ങനത്തെ മോൻ ഉടനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അരച്ച് നേരത്തെ തന്നെ വെക്കാമല്ലോ. പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു മഴയാണ്, പിന്നെ കാറ്റും പിന്നെ കറണ്ട് പോക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു പാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി ഉഴുന്നുമൊക്കെ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കിയാണേ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതും കേട്ടോ. പിന്നെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പുമാവും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. രാവിലെ ഒന്നും ഉപ്പുമാവ് ഉണ്ടാക്കി ആരും കഴിക്കാമല്ലോ, അതുകൊണ്ട് വൈകുന്നേരം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാമല്ലോ. അത് ഇഷ്ടമാണ്, വൈകിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ രാവിലെ ഇത് കഴിക്കത്തുമില്ല. അങ്ങനെ ഞാനിതെല്ലാം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് പൊടിയും കൂടെ ഇട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ കമൻറ്റിലൂടെ നമ്മുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കമൻറ്റ് കാണുമ്പോൾ തന്നെ ഞാൻ അതിന് റിപ്ലൈ ഇടാറുണ്ട് കേട്ടോ. എന്നാലും പറയാം, ഞങ്ങൾക്ക് 2 മക്കളാണ്. മോൻ്റെ പേര് ഷാനു എന്നും മോളുടെ പേര് നന്ദന എന്നാണ്. മോനെ ഞങ്ങൾ കണ്ണാന്നാണ് വിളിക്കുന്നത് വീട്ടിൽ. മോൻ്റെ വൈഫിൻ്റെ പേരാണ് അനുപമ. അനുപമയെ അനുക്കുട്ടി എന്താ എപ്പോഴും വിളിക്കുന്നതെന്ന് എന്നോട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അനുപമ എന്നാണ് പേര്. അനുക്കുട്ടി എന്ന് വിളിക്കുന്നതാണ് അനുവിന് ഇഷ്ടം. നമ്മൾ അനു എന്നാണ് വിളിക്കുന്നത്, എന്നാൽ അനുക്കുട്ടി എന്ന് വിളിക്കുന്നതാണ് അനുവിന് കൂടുതലിഷ്ടം. അപ്പോൾ അനുക്കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം 3 മക്കളായി ഞങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. ടാറ്റാ.